ജീവിച്ചാലും ഒരു നാളും ഒരിക്കില്ല. ജീവിച്ചിരിക്കുന്നതെന്നും എന്റെ ശേഷം ഞാൻ ദൈവത്തെ കാണും, ഞാൻ തന്നെ അതിനെ കാണും, കാണും. ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, പ്രയാസപ്പെടുവാൻ കഴിയുന്നില്ല. വായിക്കപ്പെടുവാനാകട്ടെ. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വറവോ നമോ നമ്മെ സ്നേഹിച്ചു മാത്രം ഇതൊക്കെ പൂർണ്ണജയം പ്രാപിക്കുന്നു. തന്റെ മഹത്വമുള്ള ഉദ്ധാനത്താൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും ഏവർക്കും ദാനം ചെയ്ത ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗത്തിലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരെ ആരാധിക്കുന്ന പോലെ ഞങ്ങളും അങ്ങേ ആരാധിക്കേണ്ടതിനായി ആശ്രയിച്ചതുപോലെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കേണ്ടതിനും അവർ അങ്ങയെ സന്തോഷിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങയെ സന്തോഷിക്കേണ്ടതിനും അവർ അങ്ങയെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും അങ്ങയെ സ്നേഹിക്കേണ്ടതിനും അതിലൂടെ പരമഭാവം ഞങ്ങൾ തരണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, വിശുദ്ധിയിൽ പൂർണ്ണമാക്കപ്പെട്ടിട്ടുള്ള നീതിമാന്മാരുടെ ആത്മാക്കളോട് കൂടെ നീ ഞങ്ങളെ കഴിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ പ്രയാണകാലത്ത് നിന്റെ വിശുദ്ധോടുള്ള കൂട്ടായ്മയിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ നിത്യരാജ്യത്തേക്കുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ജീവിക്കുവാൻ സ്വർഗീയ സമാധാനം ധൈര്യവും അനുഭവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ ചെയ്യണമേ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ഗ്രന്ഥം അന്തർഗതത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിത്യപ്പെടുകയില്ല. എന്നാൽ അന്ത്യകാരണനാഥത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാരണം തൊഴിൽ മരിച്ചവർ അക്ഷരായോടുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയങ്ങളുടെ, ഹേ മരണമേ, നിന്റെ വിഷമുള്ളത് എവിടെ? മരണത്തിന്റെ വിഷമുള്ളത് പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവെ വ്യക്തമല്ല എന്ന് അറിയിക്കുക. കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആവുകയും നാം കേട്ടത് ദൈവവചനം ആകും. ചേർന്നിരിക്കുന്നു. ഈ ശുശ്രൂഷകർക്ക് നൽകുവാൻ ായിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ മഹാന പ്രിൻസസ്, മറ്റ് പ്രിയപ്പെട്ടവർ, പാസ്റ്റർ സെക്രട്ടറി, വിവിധ വികാരിമാർ, ശുശ്രൂഷകർ, അച്ഛന്മാർ, അക്ഷയമാർ, സമേത പ്രവർത്തകർ, സംഘടനാ ഭാരവാഹികൾ ഒക്കെയും
കടന്നു വന്നിരിക്കുന്നതിന് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കൊച്ചുമേടെ ധന്യമായ ജീവിതത്തിൽ മാത്രം നമുക്ക് ദൈവത്തിന് നന്ദി കഴിയും. ദൈവത്തിരിക്കും. അതെല്ലാം മണിക്കൂർ കഴിയുമ്പോൾ അത് കഴിഞ്ഞു പോവുകയും ചെയ്യും. ബൈബിളിൽ ഒരു വാക്യം എന്ന് പറയുമ്പോൾ സാമർത്ഥ്യമുള്ള ഭാര്യയെ ആ കിട്ടും അവളില്ല അധികം വാക്കുവേണം പറയുമ്പോൾ എനിക്ക് എന്റെ ചട്ടത്തിൽ എഴുതിക്കൊണ്ട് പറയോ ആ കഴിയും ആ മറ്റുള്ള ഭാര്യ എന്റെ ഭാര്യ ദൈവത്തിൽ കഴിയും. നടന്ന ഒരു ജീവിതമാണ് എന്റെ ഭാര്യ ഉണ്ടായിരുന്നത്. പക്ഷേ കുടുംബത്തിൽ വീട്ടിൽ വിളിക്കുന്നതായ അനേകനായ പ്രതീക്ഷയുടെ 8 വർഷത്തിന് മൂപ്പകളായി ജനിച്ചു. 3-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചതോടുകൂടെ കത്തുന്നൊക്കെ കുടുംബകാര്യങ്ങൾക്ക് നോക്കാനാവില്ല. ഇളയങ്ങളെ വളർത്തണം, അവരുടെ വർഷങ്ങൾ കൊടുക്കണം, ശുശ്രൂഷിക്കണം. അമ്മയ്ക്ക് മാത്രമായിട്ടുള്ള ചെയ്ത് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ എൻ്റെ ഭാര്യ സ്വന്തത്തിലുള്ള വിദ്യാഭ്യാസം നിർത്തി ഇളയങ്ങളെല്ലാം നല്ലപോലെ നോക്കി അവരെ ഊട്ടി ഉറക്കി കുളിപ്പിച്ച് സാധാരണമായി അവരെ വളർത്തി ഞാൻ പറയുമ്പോൾ ഇളയങ്ങളുണ്ട് നമുക്ക് അറിയാം. അത് കഴിഞ്ഞ് പ്രായമായി കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു മൂത്ത മകൾ ഉണ്ടായി അനില. അവൾക്ക് അവൾക്ക് ആൺകുണ്ടായി അവൾക്ക് ഉണ്ടായി ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഉണ്ണി കൂടെ ഉണ്ടായി. അത് ഉണ്ണി ഉണർത്തുവാനായി 34 ഞാൻ ഉണർത്താറില്ല. യശസ്സുകൾ കുഞ്ഞിനെ അതിൻ്റെ കണ്ടിട്ട് വേർപ്പെടുത്തുന്നത് ആദ്യം കണ്ടിട്ടുള്ളതാണ്. ഒരിക്കൽ എൻ്റെ കുടുംബത്തിൻ്റെ അമ്മ കുടുംബത്തോട് പറഞ്ഞ വൈകുട്ടി എനിക്ക് ഞാൻ ഉണ്ടാക്കി നിന്നെ കൊണ്ടെങ്കിലും പഠിപ്പിക്കുകയും ചെയ്യാൻ പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ ഭാര്യയുടെ പലർക്കാരും 2 പേർക്കായി മകൾക്കും മകളുടെ കുഞ്ഞാമലമായ തന്നെയാണ് ആ കുട്ടിയെയും വളർത്തിയതോളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കുടുംബത്തിലും വിവാഹം കഴിഞ്ഞ് ഞങ്ങളോട് സാധാരണപ്പോൾ തന്നെ അംഗീകരിക്കുന്നതിൻ്റെ ആവശ്യം വരുമ്പോൾ എന്നോട് ചോദിച്ചു. ആ 1 വർഷവും കഴിയില്ല വിവാഹം വേണമെങ്കിലും ആ അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരുടെ പോയി കൊടുക്കണം, അവരുടെ ആവശ്യങ്ങളെല്ലാം കൊടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യം അനീതിയുടെ പറഞ്ഞ പ്രകാരം അറിയാം അവരുടെ
അരി വേണം എനിക്ക് കൊണ്ടുപോവാൻ അച്ഛൻ്റെ അർത്ഥം ആ ഇന്നത്തെ തന്നെ വീട്ടിൽ കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ പ്രഭാതസൂവിധത്തിൽ പകലിൽ രക്ഷപ്പെട്ടോരത്തെ കൂടിയാകാശേ വഴിക്കും നേരം കാണും വഴിക്കും നേരം അതിനുശേഷം ചർച്ച് കീഴ്ത്തോട് സഭയിൽ ഇന്ന് ഗായക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു ദിവസമാണ്. എങ്കിലും ദൈവസന്നിധിയിൽ വീണ്ടും മുഖാമുഖം കാണാം എന്നൊരു പ്രത്യാശ ഞങ്ങളിലുണ്ട്. കൊച്ചുമനെ കുറിച്ച് ഓർക്കുമ്പോൾ കൊച്ചുമ ഞങ്ങളെ ഒരു മാതാവ് തരും സ്വന്തം കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെയാണ് ഗായക സംഘത്തെ
കരുതിയിരുന്നത്. കൊച്ചും ഒരിക്കലും ഒരു ദേഷ്യത്തോടു കൂടി ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഏറ്റവും ശാന്തശീലയായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. എപ്പോൾ നോക്കിയാലും ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് കൊച്ചുമെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് കൊച്ചുമ നൽകിയിട്ട് പോയതായ ആ നല്ല പാത പിന്തുടരുവാൻ കൊച്ചുമക്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ലോകം കൊടുക്കാത്തതായ നിത്യസമാധാനത്താലും പ്രത്യാശയാലും സാറിനെയും കൊച്ചുമയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ദൈവം നിരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഗായക സംഘത്തിന്റെ പേരിലുള്ളതായ അനുശോചനം ഈ സമയം അറിയിക്കുകയും ചെയ്യും. സെന്റ് പോൾ CSA ചർച്ച് കീഴ്ത്തോട് എന്നാണ്. അതിനുശേഷമായിട്ട് മാസിന്റെ റീത്ത് സമർപ്പിക്കുന്നതാണ്. അതിനുശേഷം ചർച്ച് കേസിന്റെ റീത്ത് സമർപ്പിക്കും. മാസിന്റെ ബഹുമാനപ്പെട്ട കേരള ഡയോസിസ് വിശുദ്ധമായിട്ടുള്ള എസ് ഫ്രാൻസിസ് തിരുമേനി, ഡയോസിന്റെ വൈദിക സെക്രട്ടറി ജയവേശൻ, കാസർഗോഡ് സെക്രട്ടറി ജോസഫ് മാർക്കറ്റ്, വികാരി, മറ്റു വൈദികരെ, ഉപശുശ്രൂഷന്മാർ, മേരി കൊച്ചുമേട്, പരിപാടി ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നതായ ജോസഫ് സാറ്, മക്കള്, കരുന്നൂട്ടിയിലെയും അതുപോലെ പഴയ വീട്ടിലെയും കുടുംബാംഗങ്ങളെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ബൈബിളിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭവത്തിൽ പഴയ നീതിയിലേക്ക് ഇരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്ന് ഇന്ന് നമ്മളിൽ നിന്ന് പുറപ്പെട്ടുപോയ ശ്രീമതി മേരിയായി പരേതയ സംരക്ഷണ സമിതിയുടെ ലൈഫ് മെമ്പർഷിപ്പുള്ള വ്യക്തിയാണ്. 1997 സംഘടന രൂപീകൃതമായ മുതൽ ഏതാണ്ട് ലൈഫ് മെമ്പർഷിപ്പുള്ള അംഗങ്ങൾ എന്ന് പറയുന്ന ഒരു 500 പേരാണ് സംഘടനകൾ. ഏത് സമയം അവരുടെ ആരോഗ്യവും അവരുടെ സമയവും അവരുടെ മണിയും ആ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ സന്നദ്ധ ഭടന്മാരെ മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് മാസിന്റെ ലൈഫ് മെമ്പർഷിപ്പുകാരെ ഉണ്ടാകും. അങ്ങനെ ഒരു വ്യക്തിയാണ് ആ കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ടു പോയത്. ഏറ്റവും വലിയ സങ്കടവും ദുഃഖവും നേടിയ സമയത്ത് സംഘടനയുടെ പ്രസിഡന്റ് വി സാമേ സാർ തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ സംഘടനയുടെ KG ജോൺസൺ സാറും അതുപോലെ തന്നെ സംഘടന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തോമസ് സഹോദരൻ, അതുപോലെ സഹോദരനുണ്ട്. സംഘടനയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ സമയത്ത് സമർപ്പിക്കുന്നു. ചർച്ച് വർക്കേഴ്സിനെ പ്രതികരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ആയിരിക്കുന്ന വിഭാഗങ്ങൾ പ്രിയപ്പെട്ടവര് ഇതിനായി കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധങ്ങൾ കാണിക്കട്ടെ. പ്രകാരം മഹാൻ പറഞ്ഞിട്ടുള്ളത് സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ഇടയിലുള്ള ചില നിമിഷങ്ങൾ മാത്രമാണ് ജീവിതം. പ്രിയ കൊച്ചുമയുടെ ജീവിതഭാവിയിൽ 73 വർഷങ്ങൾ
കാണുവാനൊക്കെ തമ്പുരാൻ അവരുടെ ജീവിത പ്രാസംഗിക്ക് പ്രിയ ദേശ സഹോദരത്തിന്റെ ജീവിതത്തിലും ജീവിതത്തിലും സഹയാത്രികയായിട്ട് കൂടെയിരുന്നു. ധന്യമാകുന്ന നിമിഷങ്ങളുടെ ജീവിതത്തിന് കാഴ്ചവെച്ചതിനു ശേഷം ജീവിതം ഒരു യാത്രയാണല്ലോ. കൃത്യമാകുന്ന സ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ഇറങ്ങുന്നത് പോലെ ദേവച്ചമ്മ 23 വർഷം യാത്ര ചെയ്യുന്നു. വിമൻസ് ഫെലോഷിപ്പിന്റെ ആദരവ് അറിയിക്കും. അതിനുശേഷം മിഷൻ ബോർഡ് വിമൻസ് ഫെലോഷിപ്പ് ശുശ്രൂഷ ചെയ്യാനായിട്ട് സഹായിച്ചു. അതോടൊപ്പം എനിക്ക് കാലയാസഭയിലിരിക്കുന്നു അച്ഛൻ ഈ സാധനം ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. തീർച്ചയായും അന്ന് മുതൽ തന്നെ അച്ഛന്മാർ ഏത് സമയത്തും ജീവിക്കുന്ന ഒരു മക്കളോട് മാത്രമാണ് അവരുടെ സമീപിച്ചിരുന്നത്. സാഹചര്യത്തിലൂടെ അച്ഛന്മാരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ആ വേദനകളൊക്കെ യാതൊന്നും മുഖത്തിലാണെങ്കിൽ ആര് വന്നാലും നമ്മുടെ സ്നേഹത്തോടുകൂടി സാറിനോട് ചേർന്ന് നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന കൊച്ചുമ്മയാണ് കാണാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും കൊച്ചുമ്മയും സാർ മാത്രമല്ല, അവരുടെ മക്കളും അനിയനായും മോനും അവരെല്ലാവരും ഇങ്ങോട്ട് എപ്പോൾ അവർ വീട്ടിൽ ചെന്നാലും സന്തോഷത്തോട് ഇവരില്ലായിരുന്നു ഒന്നും അവർക്ക് ഒരു പരിഭവമായിട്ട് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. തീർച്ചയായിട്ടും ഈ കൊച്ചമ്മയുടെ ജീവിതം ഞങ്ങളെ പോലെയുള്ള കൊച്ചന്മാർക്ക് മാത്രമേ കൊച്ചന്മാരുടെ കൂടെ നിന്ന് ഇന്ന് ഈ കൊച്ചന്മാർ നമ്മളെ കൊച്ചമ്മ നമുക്കൊരു സന്ദേശം നൽകിയിട്ടാണ് പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഷ്ടപ്പെടുന്ന പ്രയാസങ്ങളും പണ്ടക്കാരന്മാരോട് ചേർന്ന് അവർക്ക് ശുശ്രൂഷ കൊടുത്ത് നമ്മൾ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് തീർച്ചയായും കൊച്ചമ്മയുടെ വേർപാട് ഞങ്ങൾ ശ്രീനിസരിൻ്റെ കൊച്ചമ്മമാരെയും ശ്രീനിസരിൻ്റെ വളരെ നമ്മുടെ ശ്രീനിസരിൻ്റെ എല്ലാ അനുശോചനങ്ങളും ഈ സമയം അറിയിക്കുന്നു. എല്ലാ കൊച്ചമ്മമാരുടെയും എല്ലാ ശ്രീനിസരിൻ്റെ അനുഭവങ്ങളിലും അറിയിക്കുകയും അവർക്ക് സുന്ദരമായിട്ട് ഇത് സമർപ്പിക്കാനായിട്ട് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൊച്ചമ്മമാരും വഴിമാറുന്നതിന് മൂവാറ്റുപുഴ വിദ്യാലയത്തിലേക്ക് ഈ സമയം മൂവാറ്റുപുഴ ജില്ലയിലുള്ള പ്രിയപ്പെട്ട ശുശ്രൂഷകർ മിഷൻ ബോർഡ്
പരിശുദ്ധരായ മറ്റ് വൈദികരെ, യുവാനിഷ്ടമാരെ, സഭാസുഹൃത്തുക്കളെ, 73 വർഷങ്ങളിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ ഭംഗിയായി ഭൂമി നിർവഹിച്ചതിന് ശേഷം കർത്തൃസഭയെ തിരഞ്ഞെടുപ്പെട്ട കൊച്ചമ്മയുടെ ജീവിതത്തിനായി സേവനത്തിനായി ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ 2-ാം വാക്യത്തിൽ യേശുവിന്റെ അമ്മ മറിയം പറയുന്നുണ്ട്, ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തുന്നു. അത് മറിയ തന്നെ ലോകത്തോട് പറഞ്ഞ തന്നെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. ഈ ഭൂമിയിൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥ സാക്ഷ്യം എന്നുള്ളത്. സാധാരണയുള്ള ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയൊന്നും നമ്മൾ സാധാരണ കാണാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. ആദ്യം തന്നെ ബഹുമാനമുള്ള ജോസഫ് സാറ് തൻ്റെ പ്രിയതമയെ കുറിച്ച് ഇവിടെ പറഞ്ഞതായിട്ടുള്ള വാക്കുകൾക്ക് അപ്പുറം നമുക്ക് ആർക്കും പറയാൻ ഒന്നുമില്ല. അതിൻ്റെ കാരണം അവരുമായി തീർന്ന മുതൽ ദൈവമേൽപ്പിച്ചതായ ശുശ്രൂഷ വിവിധങ്ങളായ ഇടങ്ങളിൽ അവർ നിർവഹിച്ച കഷ്ടതയുടെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ നഗരി ദൈവസാന്നിധ്യ ബോധത്തിൽ അവർ കർത്താവിന്റെ ശുശ്രൂഷ നിർവഹിച്ചു എന്നുള്ളതാണ്. ഈ സഭയിലെ ഏറെ വേദനയായ മക്കൾ വേറെ എപ്പോഴും വേദനവാദമാണ്. ഈ അവസരയുടെ ഇന്നത്തെ ഓർക്കുന്നത് 3 വർഷക്കാലം ഈ ഭാഗ്യം ദൈവം നൽകി. ഇതല്ലോ സന്ദർഭത്തോളം സാറിന്റെ ശുശ്രൂഷ മഹായിടവ അല്ലെങ്കിൽ വ്യക്തികളായ അതാവുന്ന സഭകളിൽ വളരെ വ്യത്യസ്തമായ കർത്താവിൻ്റെ വേലയായതായ ഒരു കുടുംബം പ്രദാസനം ഓരോ സഭകളിലും മുസൽമാരുടെ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുമ്പോൾ ആ സഭയ്ക്ക് ആ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് ഇവിടെ ആളുകളായിരിക്കുന്നതായ ഒരു മുസൽമാരുടെ മുസൽമാരുടെ ശുശ്രൂഷ, അവരുടെ സാക്ഷ്യം ഇതോടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഓരോ സഭകളിലും വിജയകരമായ ശുശ്രൂഷ കൈവരിക്കുവാനായിട്ട് കഴിയുള്ളൂ. സംബന്ധിച്ചിടത്തോളം സാറും ഇപ്പോൾ അനുസ്മരിച്ചത് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ വ്യക്തിച്ചതായ സഭകളിൽ വളരെ വളരെ സാക്ഷ്യമുള്ള കാഴ്ചവെക്കുവാൻ ദൈവം കൃപ നൽകി. ഇപ്പോൾ അവരുടെ സ്തുതിക്കുകയും ശിഷ്യ പ്രകാരം അധികാരമായി കൊടുക്കും. കർത്താവിനെ പറഞ്ഞ് പരപ്പെടുന്നതാകുവാനായിട്ട് ജീവിതത്തിലെയും കറങ്ങിപ്പോകരുത്. ക്രിസ്ത്യാനോ മഹാനവയിലെ ശുശ്രൂഷകൾ എപ്പോഴും മാതൃകയുള്ള ജീവിതത്തിനുടമകൾ ആയിരുന്നു. തേജ് ജോസഫ് സാറും കൊച്ചമ്മ ഇരുന്ന ഇടങ്ങളിലൊന്നും മറ്റൊരഭിപ്രായം ജനങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകാം. എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഉപദേശി നല്ല ഉപദേശിയായിരിക്കും, കൊച്ചമ്മ ചിലപ്പോഴായിരിക്കും. ചിലപ്പോൾ കൊച്ചമ്മ നല്ല കൊച്ചമ്മയായിരിക്കും, ഉപദേശി അടുത്താണ്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ 2 സഭാശുശ്രൂഷകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് സാറും കൊച്ചമ്മയും ഓരോ സഭയിൽ പ്രവർത്തിച്ചത് നമുക്കറിയാം. ഇരുന്ന ഇടങ്ങളൊന്നും സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. പാമ്പുപാറ ഇപ്പോൾ തന്നെ അസൗകര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ 30-40 വർഷം മുമ്പത്തെ കഥ നമുക്ക് ഓർക്കാവുന്നതേയുള്ളൂ. എല്ലായിടങ്ങളിലും നന്നായി പ്രവർത്തിക്കുകയും ഒരു വിറുവിറുപ്പ് പോലും ഇല്ലാതെ നിയോഗിച്ചിടങ്ങളിലെല്ലാം ഭംഗിയായി ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത
ഒരു കൊച്ചമ്മയാണ് നമ്മെ കടന്നു പോയത്. എല്ലാവർക്കും വേണ്ടിയിട്ടില്ല. ശാന്തമായിട്ടിരിക്കാൻ ഇന്ന് ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ദേവാലയത്തിലെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് സാറിനെ കുടുംബത്തോട് സ്നേഹവും കരുതലും ബഹുമാനവും അറിയിച്ച അനേക പ്രിയപ്പെട്ടവർ, ദൈവനാമത്തിനാവട്ടെ. വിശ്വസിച്ചുള്ള അച്ഛൻ ബഹുമാനായ അച്ഛന്മാരെ, വിവിധ സഭകളിൽ ശുശ്രൂഷ ചെയ്ത എല്ലാവർക്കും ദേശങ്ങളാണ്. ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു വാക്യം സാമൂഹ്യമുള്ള വായന ഒരാധ്യായത്തിൽ തന്നെ രണ്ട് വാക്കുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യങ്ങൾ 31-25. പ്രാർത്ഥനയ്ക്കാണ് എല്ലാവർക്കും Oh
ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുദ്ധാനം ശീഘ്രമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചെല്ലാവരും വിശ്വസിക്കുന്നവരായും എന്നേക്കുമായി മരിക്കുന്നത് അവനിൽ ഉറങ്ങുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് അവൻ തന്റെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. പിതാവേ, ഞങ്ങളെ ആയുസ്സിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഈ സഹോദരി അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം കർത്താവിൽ ഞങ്ങളും സ്വസ്ഥത അനുഭവിക്കുമാറാകേണ്ടതിനും അന്ത്യദിവസത്തിലെ പൊതുവെയുള്ള പുനരുദ്ധാനത്തിൽ ഞങ്ങൾ നിന്റെ മുൻപാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അന്ന് നിന്റെയും തത്വം നിന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോടെല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളെ വരികയും ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം അവകാശമാക്കിക്കൊണ്ടേ എന്നാലും ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്കും ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്നും നീതിയുടെ ചിലങ്കിലേക്ക് ഞങ്ങളെ ഉയർത്തിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവുമായ യേശുമസിഹാ മൂലം ഇതിനെ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവാലയത്തിലേക്കുള്ള ശുശ്രൂഷകളുടെ പൂർണ്ണമാകുകയാണ്. സെമിനാരിയിലേക്ക് വിരാമ യാത്രയായിട്ട് നമുക്ക് പോവുകയും ചെയ്യും. Amen.
ഞാൻ വന്നു ചേരും യെരൂശലേമിൽ ഇമ്പമിടെ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും ശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പാവേദനയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുത്. ശവക്കലറിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, പുനരുത്ഥാന ജീവനമായിരിക്കുന്ന നിന്നിൽ നിന്റെ ഈ ദാസി സ്വസ്ഥ അനുഭവിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി നിന്റെ ദാസിയുടെ ശരീരത്തിന് ഒരു വിശ്രമസ്ഥലമായി തീരുവാൻ കൃപ അരുളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അടുത്ത പാട്ട് പാടുന്ന സമയത്ത് മുഖം മൂടി കെട്ടിയടിച്ച് വളരെ സാവധാനം സമയത്ത്
നമ്മുടെ പുനരുത്ഥാന ജീവനുമായ യേശുമിശിഹായുടെ സ്നേഹം നിങ്ങളെ അവനിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാന ജീവനുമായ യേശുമിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാന ജീവനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് ശാന്തമായി നിൽക്കാം. നമ്മെ വിട്ട് കടന്നുപോയ പ്രിയമാതാവിന്റെ ജീവിത സമാധാനത്തോടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റർ ഫ്രാൻസിസ് തിരുമേനി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി തിരുമേനിയുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. തുടർന്ന് എല്ലാ വൈദിക സഭാ ശുശ്രൂഷ എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷകരായിട്ട് സഭയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും പിരിഞ്ഞു പോകുമ്പോൾ താഴെ ചായ ക്രമീകരിച്ചിട്ടുണ്ട്, അതിലും പങ്കാളിത്തമായി എന്ന് ഓർപ്പിക്കുന്നു. വൈകിട്ട് ഈ ശേഷം ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും.